ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പപ്പടപ്പഴക്കൂട്ടാണ്. ഇപ്പോൾ അത്തമായി. ഇപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഓണം റെസിപ്പീസാണ് ഇടാൻ പോകുന്നത്. ഇത് ട്രിവാൻഡ്രത്തെ ഒരു സ്പെഷ്യൽ ഓണത്തിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ടോ, അവർ ബ്രേക്ക്ഫാസ്റ്റിനാണ് അത് കഴിക്കുന്നത്. സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാം. ഓക്കെ, ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. നമുക്ക് സ്വീറ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പം ഇന്ന് തൊട്ടിട്ട് എല്ലാ ദിവസവും ഓണം കഴിയണ വരെ റെസിപ്പീസ് ഉണ്ടാവും. ഓണം സ്പെഷ്യൽ, അതായത് സദ്യ സ്പെഷ്യൽ റെസിപ്പീസാണ് ഞാൻ ഇടാൻ പോകുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അപ്പം ഞാൻ പപ്പടപ്പഴംകൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ചിലർക്ക് അറിയണ്ടാവില്ല. ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ് പപ്പടവും നേന്ത്രപ്പഴവും കൂടെ ഉള്ളത്. അപ്പം ഞാൻ ഇവിടെ സ്റ്റീമറുടെ പാത്രത്തിൽ 2 ഇല വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിലാണ് വെള്ളപ്പാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വെള്ളപ്പാവിലാണ് നമ്മൾ പഴം വേവിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വരണ മാതിരി ശർക്കര അല്ലെങ്കിൽ വെള്ളം ചീവി എടുക്കുകയാണ് ഒരു കത്തിയുണ്ട്. ഇപ്പോൾ പാവാവുമ്പോൾ, വെള്ളപ്പാവാവുമ്പോൾ അത് ചിലപ്പോൾ വെള്ളം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റീമറിലല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീമർ ആയതുകൊണ്ട് അടിയിൽ ഓട്ടയുണ്ട്. അപ്പോൾ വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് 2 ഇല വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഈ ഇല വെച്ചിട്ട് ഒരു അടപ്പും കൂടെ വേണം. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പം 2 ടേബിൾ സ്പൂൺ വരണ മാതിരി ഞാൻ ശർക്കര ചീവി എടുത്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒന്നിനെ നീളത്തിൽ മുറിച്ചിട്ട് അതിനെ 4 ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കഷ്ണം വലുത് തോന്നുകയാണെങ്കിൽ അതിനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി. അല്ല, സ്ലൈസ് ചെയ്തിട്ട് വട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അതപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം വാഴയിലോട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ വരണ മാതിരി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിലുള്ള വെള്ളം ഓൾറെഡി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് പഴം വെന്ത് വരും. കണ്ടോ, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീമർ ഓൺ ചെയ്തു. മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്യാം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നന്നായി സ്റ്റീം ആവട്ടെ. ഇലയിൽ ചെയ്യുമ്പോൾ ആ ഇലയുടെ ടേസ്റ്റ് കൂടെ വരും. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. സോ ഞാൻ പപ്പടപ്പഴക്കൂട്ടല്ലേ, പപ്പടം വേണ്ടേ? പപ്പടം ഞാനൊരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. പഴം ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. 2 നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചത്. അപ്പം ഞാനൊരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആയിട്ട് കീറിയിട്ട് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത് വറുത്തെടുക്കണം പപ്പടം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ വരണ മാതിരി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു നുള്ള് ജീരകവും 1 ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഇടികളിൽ ഒന്ന് ചതച്ചെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. എനിക്ക് അത്ര ഫ്ലേവർ ഇഷ്ടമില്ല, ജസ്റ്റ് എന്നാൽ ആ ഫ്ലേവർ വരും വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം പപ്പടം കീറിയത് ഞാൻ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞോടനെ പപ്പടം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടത് പൊങ്ങി വരുമ്പോൾ കോരി മാറ്റുക. അത് സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴമൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. 2 ഇല ഞാൻ പ്രിക്കോഷന് വേണ്ടി വെച്ചതാണ്. കാരണം ചിലപ്പോൾ ഇല എങ്ങാനും കീറിയിട്ട് വെള്ളം താഴേക്ക് പോകണ്ട പറഞ്ഞിട്ട് ആണ് 2 ഇല വെച്ച് കൊടുത്തത്. ഓക്കെ, ഇലയിൽ തന്നെ ചെയ്യാം. മാക്സിമം ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, ആ ഇലയുടെ ടേസ്റ്റും ഒക്കെ വരുമല്ലോ, അതുകൊണ്ട്. അപ്പം പപ്പടം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാനൊരു അരിപ്പയിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ
എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പപ്പടമായി പഴമായിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ നാളെ തൊട്ടിട്ട് ഇത് ആദ്യം റെസിപ്പിയാണ്, ആദ്യം തുടങ്ങിയതാണ് സ്വീറ്റായിട്ട്. നമ്മൾ പഴം വെന്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അതിലോട്ട് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ വരണ മാതിരി, 1 ടേബിൾ സ്പൂൺ അല്ലേ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത്, 2 ടീസ്പൂൺ വരണ മാതിരി ഞാൻ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റുകയാണ്. പഴമൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ഇല വെച്ചിട്ട് പോലും ശർക്കര പാനി ഒഴുകി പോയിട്ടുണ്ട്. കുറച്ച് അടിയത്തെ ഇലയിൽ പോയി കിടക്കുകയാണ്. ഞാൻ നേരത്തെ ചതച്ച് വെച്ച ജീരകവും ഏലക്കയും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, പൊടിക്കണേക്കാട്ടിലും. എനിക്ക് ഒരുപാട് ഫ്ലേവർ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് കൂടെ ഇത് ഞാനിങ്ങനെ അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പം ഇതാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇനി കാഷ്യൂനട്ട് കുറച്ച് നെയ്യിൽ വറുത്തെടുക്കണം. ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് 10 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് 10 സെക്കൻഡ് ആയ ശേഷം. അപ്പം ഞാൻ അതപ്പുറത്ത് മാറ്റി വെച്ചു. വേറൊരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായ ശേഷം ഞാൻ അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരണ മാതിരി കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ വറുത്തെടുക്കുക. എന്നിട്ട് കോരി മാറ്റുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പടം പഴം കൂട്ട് റെഡിയായി. ആലോചിച്ച് നോക്കൂ, നമ്മൾ പായസത്തിന് ചിലവിടെ പപ്പടവും പായസവും കൂടെ മിക്സ് ചെയ്തിട്ട്, എനിക്കിഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ, കഴിക്കാറുണ്ട്. അതിൻ്റെ ഏകദേശം സെയിം തന്നെയാണ് ഇതും വരുന്നത്. പഴവും മധുരമാണ്, പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ. അതിൽ ആ ജീരകം വരുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് മതി ജീരകം, ഒരുപാട് വേണ്ട. പോരാത്തതിന് കാഷ്യൂനട്ടും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അതിലൊരു വ്യത്യാസം വരുന്നത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ സ്വീറ്റ്നെസ്സും ഉണ്ട്, അല്ലാതെ ശർക്കരയുണ്ട്. പിന്നെ ആ വാഴയിലയുടെ ടേസ്റ്റും വരും. അപ്പോൾ എന്തായാലും കാഷ്യൂനട്ട് ആയിട്ടുണ്ട്. പിന്നെ അതും കോരി മാറ്റാം. ഓൾറെഡി ഞാൻ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സദ്യയുടെ, ഓണത്തിൻ്റെ സദ്യയുടെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നോക്കിക്കോളൂ. മിക്ക റെസിപ്പീസും എല്ലാം മെയിൻ ഡിഷസ് എല്ലാം ഉണ്ട്, സാമ്പാർ എല്ലാം ഉണ്ട്, നോക്കൂ. ഞാൻ ഇനി ഈ 10 ദിവസം അല്ലെങ്കിൽ ഒരു 8 ദിവസം ഇടാൻ പറ്റുന്നിടത്തോളം ഓണം റെസിപ്പീസ് ഞാൻ ഇന്ന് തൊട്ട് അറ്റാച്ച് ചെയ്യാണ്. അപ്പം ഞാൻ തുറന്നു, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഓക്കെ, ആദ്യം പഴം ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ആ ബാക്കി അടിയിൽ കിടക്കുന്ന ലിക്വിഡ് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പപ്പടം ആഡ് ചെയ്ത് കൊടുക്കണം, കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് തന്നെ. ഇപ്പം രാത്രിയായി ഇടാൻ. ഇപ്പോൾ നാളെ പറ്റുമെങ്കിൽ നാളെ ഉണ്ടാക്കി നോക്കൂ. നാളെ ഞാൻ അടുത്ത ഓണം റെസിപ്പിയായിട്ട് വരുന്നതാണ്. ഓക്കെ, പഴം ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാൻ ആ ബാക്കിയുള്ള ജ്യൂസ് എൻ്റെ മേലെ സെർവ് ചെയ്യാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ഇല വെച്ചിട്ട് പോലും മേലത്തെ ഇലയിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട്. അടിയത്തെ ഇലയിൽ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അപ്പം അതും കൂടെ ഞാൻ അതിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ പാനിയും കൂടെ ടേസ്റ്റ് വരണം. ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പപ്പടം ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പടപ്പഴക്കൂട്ടല്ലേ, അപ്പോൾ പപ്പടം വേണം. പപ്പടം മേലെ ഞാൻ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി കീറിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. ഓക്കെ, പപ്പടം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ബാക്കി കാഷ്യൂനട്ട്, നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും ഇലയിൽ വേവിച്ച പഴം, പപ്പടം. ആലോചിച്ച് നോക്കൂ, നല്ല അടിപൊളി കോമ്പിനേഷനാണ്.
അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പപ്പടപ്പഴക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിപ്പോൾ തന്നെ തീരുന്നാ തോന്നുന്നത്. ഹസ്ബൻഡ് വന്നുടനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീർക്കാൻ പോവുകയാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ പുതിയ ഓണ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ട്രൈ ചെയ്തിട്ട് തീർച്ചയായും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.